എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. നാം ഓരോ വ്യക്തികളും എത്ര കണ്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നോ അത്രയും നമ്മൾ സന്തുഷ്ടരാണ്. ഇല്ലെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ വീട്ടുകാരും ആകെ ബുദ്ധിമുട്ടിലാകും. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മളത് പുറത്തുനിന്നും വാങ്ങേണ്ടി വരുന്നു. ആകെ ലഭിക്കുന്നത് വളരെ ശോചനീയമായ കിടക്കയും വൃത്തിയില്ലാത്ത സംവിധാനങ്ങളും മറ്റുമാണ്. ഈവൻ ഫ്ലോറിൽ വരെ രോഗികൾ കിടക്കേണ്ട ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അത്ര ശോചനീയമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കഥകൾ അറിയുമല്ലോ. ഒത്തിരി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. അവിടെ യാതൊരു നിയന്ത്രണവുമില്ല. അവരാഗ്രഹിക്കുന്ന ബില്ലുകൾ അവർ ചെയ്യും. പാവം രോഗികൾ അത് കൊടുത്തേ പറ്റൂ. കിടപ്പാടവും മറ്റുമൊക്കെ പണയപ്പെടുത്തിയാണ് ഓരോ രോഗികളും ട്രീറ്റ്മെൻറ്റായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. വേറെ നിവൃത്തിയില്ല. ഇതിന് നമുക്ക് ചെയ്യാവുന്നുള്ളത് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. ചെയ്യാവുന്നുള്ളത് നമ്മുടെ ആഹാര ക്രമീകരണം നല്ല രീതിയിലാകുക. കൊഴുപ്പുള്ള വസ്തുക്കൾ കഴിക്കാതിരിക്കുക. കഴിയുന്നത് റെഡ് മീറ്റ്സ് ഒഴിവാക്കുക. ചിക്കൻ, പോത്ത്, പന്നി ഇവയുടെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക. രാവിലെ കൃത്യസമയത്തിന് ഉണരുക. സാധിച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചിലർക്ക് രാവിലെ ഉണർന്നാൽ ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കുടി, ഇങ്ങനെയൊക്കെയുള്ള പല ഹാബിറ്റ്സ്. ചിലവർ മദ്യവും ചെയ്യുന്നു. ഇതെല്ലാം മൊത്തത്തിൽ ഒഴിവാക്കുക. പകരം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ സാധിച്ചാൽ 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും 2.5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം പല സമയത്തായി നിങ്ങൾ കുടിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. 60 വയസ്സിന് മുകളിലുള്ളവർ ചെയ്യാവുന്നുള്ളത്, നിങ്ങൾ രാവിലെയുള്ള ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ആഹാരം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 o'clock or 5 o'clock വളരെ ലൈറ്റായിട്ടുള്ള സ്നാക്സോ എന്തെങ്കിലും ടീ ഓർ കോഫി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഹാബിറ്റ്സ് നിങ്ങൾ പിന്തുടർന്നാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഏതാണ്ട് 60 to 75% ആശ്വാസം കിട്ടും. നിങ്ങളൊരു പരീക്ഷിച്ച് നോക്കുക. ഈ ഭക്ഷണം ഒരിക്കലും 6 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുക. കൂലിപ്പണിക്ക് പോകുന്നവർക്കൊക്കെ ഒരു പക്ഷേ സഹായിച്ചില്ലെന്ന് വരാം. അവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ തന്നെ അവർ വീട്ടിലെത്തിയാൽ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഒരു സാഹചര്യത്തിലും ഒരു 8 മണി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാതിരിക്കുക. അതിന് ഇൻഡൈജഷൻ ഉണ്ടാകും, ഗ്യാസ് ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മൾ എത്ര കണ്ട് നമ്മുടെ ആഹാരത്തെ ക്രമീകരിക്കുന്നോ അത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ സ്പൈസി ഫുഡ്. ഒരിക്കലും അധികം മസാല, എരി ഇങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് നിങ്ങൾ കഴിക്കാതിരിക്കുക. അതൊക്കെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. നമ്മളുടെ ആഹാരം നല്ല രീതിയിൽ ക്രമീകരിക്കുക. നമ്മുടെ ചിട്ടകൾ എല്ലാ ദിവസവും ഒരേ സ്റ്റാറ്റസിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഡോക്ടറിനെ കാണാൻ ഉള്ള ആവശ്യം വരില്ല. നമ്മൾ ചെന്നാൽ ഡോക്ടർ പല ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ എപ്പോഴും ഉറങ്ങി, എന്ത് ആഹാരം കഴിച്ചു, എവിടെ യാത്ര ചെയ്തു, എന്നിങ്ങനെയാണ് യാത്ര ചെയ്ത്, നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങി, ഇങ്ങനെ പല. അപ്പോൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ മറുപടി കൊടുക്കണം. അതിനവർ മരുന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ വാങ്ങി കഴിക്കുന്നു. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആഹാരത്തിൻ്റെ കാര്യം തന്നെയാണ്. ഒരിക്കലും കൊഴുപ്പുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പഞ്ചസാര കുറയ്ക്കുക. സ്മോക്കിംഗ് ഇല്ലാതാക്കുക.
ഡ്രിങ്ക്സ് മൊത്തം ഒഴിവാക്കാം. ബട്ട് സം ഒക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് ആവശ്യം, നല്ല ഡ്രിങ്ക്സ് കഴിക്കുക. ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ഈ മീറ്റ് ഇങ്ങനെയുള്ള ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക. അത് ശരീരത്തിന് കൂടുതൽ ലിവറിനൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടാക്കും. നമ്മൾ മദ്യപിക്കുന്നവരുണ്ട്, യാതൊരു അസുഖമില്ലാതെയും അവർ മദ്യപിക്കുന്നുണ്ട്. ബട്ട് അവർ ഡെയിലി ഹാബിറ്റ്സ് ആക്കിയില്ല, കോൺഷ്യൻ്റെ ഓയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മദ്യം ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം നല്ല ഫ്രൂട്ട്സോ വെജിറ്റബിളായിരിക്കും ഏറ്റവും ഉത്തമം. ഹെവി ഫുഡ് ഒരിക്കലും കഴിക്കരുത്. മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. കാരണം ഈ കരിച്ചി തീയിലിട്ട് പൊള്ളിച്ച മീറ്റും ഈ ബാർബിക്യൂ എന്നൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസും ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനെയുള്ള ഒരു ഹൈ ബോഡികളി ഓയിൽ കണ്ടൻസുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒത്തിരി വ്യത്യാസങ്ങൾ കാണും. നമ്മുടെ ശരീരം നാം തന്നെ സൂക്ഷിക്കണം. നമ്മൾ അസുഖം പിടിച്ചാൽ നമ്മുടെ ഭാര്യ അല്ല നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാകും. ഒരു രോഗികളില്ലാത്ത വീടാണ് സ്വർഗത്തിന് തുല്യമാണ്. ആ രോഗം ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കൂടുതൽ നമ്മൾ രോഗിയാകും തോറും നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ വല്ലാതെ ആവശ്യതയിലാവും. നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, എന്തൊക്കെയോ രോഗങ്ങളാണ്. ഇതെല്ലാം കൂടുതലും ഉണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഡെയിലി ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ്. സോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുക, ഒരു അരമണിക്കൂർ നേരം വ്യായാമത്തിന് വേണ്ടി ഉപയോഗിക്കുക. എങ്ങനെയുള്ള വ്യായാമമാണെന്ന് നിങ്ങൾ ഒരുപാട് ദൂരം നടക്കുക ഒന്നും വേണ്ട. നിങ്ങൾ യൂട്യൂബിൽ കയറിയാൽ അനായാസം ഓരോ പ്രായക്കാർക്കും യോജിച്ച രീതിയിലുള്ള വ്യായാമ മുറകൾ നമുക്ക് യൂട്യൂബിലൂടെ കാണാൻ സാധിക്കും. വളരെ അനായാസം ചെയ്യാവുന്ന വ്യായാമമാണ്. എന്നാൽ ഈ വ്യായാമത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഒരാഴ്ച വളരെ ബുദ്ധിമുട്ട് തോന്നും, ക്ഷീണം തോന്നും, പെയിൻ നോക്കും, ഒത്തിരി വേദനകളൊക്കെ കാണും. പക്ഷെ അതിനെ ഒന്ന് കടിച്ചമർത്തുക, നിർത്തുക. ഒരു 7 ദിവസം കഴിഞ്ഞാൽ അത് ആ വേദനകൾ പതുക്കെ കുറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ഒരു 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 എന്താ പറയുക, ഒരു ഉണർവുള്ളതുപോലെ ഒരു തോന്നലുണ്ടാകും. എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോൾ 82 വയസ്സുള്ള വ്യക്തിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല, എനിക്കൊരു അസുഖമില്ല. ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ 2 മണിക്ക് ലഞ്ച് കഴിച്ചാൽ പിന്നെ ഞാൻ യാതൊന്നും കഴിക്കില്ല. ടോട്ടലി എൻ്റെ സ്റ്റമക്ക് ഫ്രീ ആയിരിക്കും. ദെൻ അടുത്ത ഞാൻ ഭക്ഷണം കഴിക്കുക അടുത്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ മസ്റ്റായിട്ടുള്ള ഒരു അര മണിക്കൂർ നേരം ഞാൻ മോർണിംഗ് മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യും. അത് യാതൊരു എക്സസൈസ് ഞാൻ കൊടുക്കാറില്ല. അതായത് മോർണിംഗ് ഐ വിൽ ഗെറ്റ് അപ്പ് ബൈ എക്സാക്ട് ബൈ 4:30, 5 o'clock ഞാൻ ഉണരും. ഒരു മാക്സിമം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു 20-25 മിനിറ്റ്സ് എൻ്റെ എക്സസൈസ്. കുറച്ചത് മാക്സിമം വെള്ളം കുടിക്കും. ടീ, കോഫി ഞാൻ കുടിക്കാറില്ല മോർണിംഗ്. അതേപോലെ തന്നെ വൈകുന്നേരം കഷ്ടിച്ച് നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്നുണ്ട് ക്ഷീണം മാറാൻ ടീ ഓർ കോഫി, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കാറേ ഇല്ല. അപ്പോൾ എന്നെപ്പോലെ എല്ലാവർക്കും ആകാം, ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ദയവ് ചെയ്ത് എല്ലാ സുഹൃത്തുക്കളോടും ഈ വീഡിയോ കാണുന്നവരോട് പറയുന്നു, നമ്മുടെ ആഹാരത്തിൽ വേണ്ടൊരു ക്രമീകരണം നടത്തുക. സ്മോക്കിംഗ് ചെയ്യാതിരിക്കുക, കൊഴുപ്പുള്ള ആഹാരം കഴിക്കാതിരിക്കുക, രാവിലെ ഉണരുക, ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുക, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക. ബോഡിക്കോൾ നമ്മുടെ ഒരു എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണകരമായ കാര്യമായിരിക്കും. ഈ മരുന്നിൻ്റെ പുറകെ പോകാതിരിക്കുക. മരുന്നിലും നിങ്ങൾ ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ പോയാൽ ജീവിതകാലം മൊത്തം നമ്മൾ നരകിച്ച് നമ്മൾ മരിക്കേണ്ടി വരും. അത് ഒഴിവാക്കാനുള്ള ഏക മാർഗം കഴിവതും ഡെയിലി ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. വീണ്ടും പറഞ്ഞ് ലൈറ്റ് ആഹാരം കഴിക്കുക, കൂടുതൽ സ്പൈസി ഫുഡ് കഴിക്കാതിരിക്കുക. എന്ത് തന്നെ മാക്സിമം ഒരു 60 വയസ്സ് കഴിഞ്ഞവർ 2 മണി കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാതിരിക്കുക. യു ഗീവ് എ ബ്രീത്ത്. ഒരു നല്ല ടൈമിംഗ് കൊടുത്താൽ ഇൻഡൈജഷൻ ഉണ്ടാവില്ല, സ്റ്റമക്ക് വളരെ നീറ്റായിരിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ വീണ്ടും വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ പീരിയഡ് വിട്ട് കുടിക്കുക. ഒരു 6-8 മണിയോടൊപ്പം വെള്ളം കുടി ഒന്ന് സ്റ്റോപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഒത്തിരി ഉണരേണ്ടി വരും. അതുകൊണ്ട് ഒരു 6-7 മണിക്കുമ്പോൾ എത്രയോ 2.5 ലിറ്റർ വെള്ളം എങ്ങനെയെങ്കിലും 1 ഗ്ലാസ് 2 ഗ്ലാസ്സായിട്ട് ഇടവിട്ട് കുടിക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് പാസ് ഓൺ ചെയ്യണം. രോഗികളില്ലാത്തൊരു ലോകത്തിൽ ജീവിക്കാൻ ഇത് വലിയ സഹായകരം ആയിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.